രണ്ട് രീതിയിൽ അപ്ട്രെൻഡ് വരയ്ക്കാം. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന അപ്ട്രെൻഡും അതേപോലെ തന്നെ മാർക്കറ്റ് ഹൈ ലോ റൺ പോകുന്ന അപ്ട്രെൻഡ്. ഇതിൽ ഏത് ട്രെൻഡാണ് സ്ട്രോങ് എന്ന് പറയുന്നത്? ഹൈ ലോ റൺ സ്ട്രോങ്. അപ്പൊ നമ്മൾ ട്രേഡ് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെന്റിനാണെന്നുണ്ടെങ്കിലും ഇൻട്രാഡേറ്റ് ആണെന്നുണ്ടെങ്കിലും ഏത് മാർക്കറ്റാണ് നോക്കേണ്ടത്? ഇങ്ങനെ മൂവ് ചെയ്യുന്ന മാർക്കറ്റാണ് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ ട്രെൻഡ് ഏതാണ്? സൈഡ് വേസ് മൂവ് ചെയ്യാണ് അല്ലെ. സൈഡ് വേസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇവിടുത്തെ പ്രശ്നം എന്താണ്? മാർക്കറ്റിൽ ഹൈയും ലോസും ഒക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ ഒരു എന്താണ് കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. ഒരു ഹൈനെ കട്ട് ചെയ്തിട്ട് പോയേക്കാം, അതേപോലെ തന്നെ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് പോകാം. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഓരോ ലോകളും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ് വിളിച്ചത്? സൈഡ് വേസ് കഴിഞ്ഞിട്ട് ഡൗൺ ട്രെൻഡ്. ഓക്കെ, ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെയും രണ്ട് രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യാം. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യാം, അതേപോലെ തന്നെ ലോവർ ഹൈ ലോവർ ലോസ് ഉണ്ടാവാം. അപ്പൊ ഇവിടെ മാർക്കറ്റ് തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു തടസ്സം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മേ ബി അത് വീണ്ടും ബ്രേക്ക് ചെയ്താൽ ഈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? തടസ്സം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് വീണ്ടും ബ്രേക്ക് ചെയ്താൽ ഈ റെസിസ്റ്റൻസ് തടസ്സം ഉണ്ടാക്കാനുള്ള സാധ്യത. അപ്പം ഓരോ റെസിസ്റ്റൻസുകളും ഓരോ സപ്പോർട്ടുകളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ സ്വിംഗ് ഹൈ, ഇതുപോലെ ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? സ്വിംഗ് ലോ. ഇതിനെ നമ്മൾ സ്വിംഗ് ഹൈ സ്വിംഗ് ലോ. ഇതും അതുപോലെ തന്നെ സ്വിംഗ് ഹൈ സ്വിംഗ് ലോസ് ആണ്. അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. നമ്മളിവിടെ ചാർട്ട് നോക്കിയപ്പോൾ കണ്ടതാ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യും, ഡെയിലി ടൈം ഫ്രെയിമിൽ മൂവ് ചെയ്യും, അവർലി ടൈം ഫ്രെയിമിൽ മൂവ് ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഇന്ന ചാർട്ട് കണ്ടത് ഏത് ടൈം ഫ്രെയിമിലാണ്? 1 മിനിറ്റിലല്ലേ മാർക്കറ്റ് ഇങ്ങനെ തന്നെ മൂവ് ചെയ്യുന്നത്. ഏതൊക്കെ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നോ ആ ഓരോ ടൈം ഫ്രെയിമിലും മാർക്കറ്റ് എന്തായിരിക്കും പ്രോപ്പർ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ ഇത്രയും മൂവ്മെന്റ് മാർക്കറ്റിൽ പഠിച്ചാൽ മതി. പ്രത്യേകിച്ച് വലിയ സ്ട്രാറ്റജികളോ അല്ലെങ്കിൽ അനാലിസിസ് മെത്തേഡോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഈ സൈക്ലിക് പ്രോസസ് അനലൈസ് ചെയ്താൽ തന്നെ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ചാർട്ട് അനലൈസ് ചെയ്തിട്ട് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ കൂടി എന്തും കൂടി കോറിലേറ്റ് ചെയ്യണം. അപ്പൊ വേറൊരു കാര്യം പഠിച്ചല്ലോ, റെസിസ്റ്റൻസ് സപ്പോർട്ട് ഓൾറെഡി ഇതിനകത്ത് വരും. ട്രെൻഡ് ലൈൻ കൂടാതെ ട്രേഡ് എടുക്കുമ്പോൾ എന്തും കൂടി നോക്കണം? ക്യാൻഡിൽസ്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്തും കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ക്യാൻഡിൽസും കൂടി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ. ഇനിയുണ്ട് കേട്ടോ, ബാക്കി പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുന്ന കുറെ ടൂൾസ് നമ്മൾ വരുന്ന ക്ലാസ്സുകൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. ബേസിക് ആയിട്ട് ഇത്രയൊക്കെ അറിയാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്ന് തന്നെ നിങ്ങൾക്ക് ചാർട്ട് കണ്ടിട്ട് ആ ഹൈ കട്ട് ചെയ്തപ്പോൾ മുകളിലോട്ട് പോകാന്ന് പറയാൻ പറ്റിയില്ലേ? അത് കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്താ സംഭവിക്കുന്നത്? റീടെസ്റ്റ് സംഭവിക്കും. എന്ത് സംഭവിക്കും? റീടെസ്റ്റ് സംഭവിക്കും. ഈ റീടെസ്റ്റ് സമയത്ത് എങ്ങനത്തെ ക്യാൻഡിൽസ് മെജോറിറ്റി ഫോം ചെയ്യുന്നത്? ഹാമർ ക്യാൻഡിൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇന്നുണ്ടാവാം റെഡ് ഉണ്ടാക്കിയിട്ട് ഒരു മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഉണ്ടാവാം, അതും അല്ലെങ്കിൽ എന്തുണ്ടാവാം? ഇൻക്ലൂസിംഗ് ക്യാൻഡിൽ ഉണ്ടാവാം. ഇത് റെഡും സ്പിന്നിംഗ് ടോപ്പ് ഉണ്ടാവും, പക്ഷെ അതിനെ നമുക്ക് ബൈ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതൊരു കൺഫ്യൂഷൻ ആണല്ലോ, ഇൻഡെസിഷൻ ആണല്ലോ. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്താണ് കുറച്ചും കൂടി ബൈ ഒന്നാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു ഹാമർ കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന നല്ല ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ നല്ലൊരു മർക്കോസി ക്യാൻഡിൽ ആണെങ്കിലും അവിടെ അടുത്ത പ്രസൻസ് നമുക്ക്. അപ്പൊ ഈ സോണുകളിൽ 1, 2, 3, 4 ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം വരുവാണെങ്കിൽ അത് ആരിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ബയേഴ്സ് ഉണ്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്ലാരിറ്റി ഉണ്ടാവും.